ഇന്നത്തെ വീഡിയോയിൽ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതിൽ എക്സസൈസ് 5.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഡസ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ്ഡ് മേക്ക് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് വൈ? ഈ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിയാൽ ഇതിലെ ഓരോ ടൈമായിട്ട് നമ്മൾ എടുത്താൽ അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് കിട്ടുമോ? അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ വെൻ ദ ഫെയർ ഈസ് ₹15 ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ ആൻഡ് ₹8 ഫോർ ഈച്ച് അഡീഷണൽ കിലോമീറ്റർ. നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ടാക്സി ഫെയർ ഫോർ ഫസ്റ്റ് കിലോമീറ്റർ, ആദ്യത്തെ 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ. അതിന് നമുക്ക് A1 എന്നെടുക്കാം. ഈക്വൽ ടു അത് 15 രൂപയാണ്, 15 rupees. ഇനി 2 കിലോമീറ്റർ, അതിന് നമുക്ക് A2 എന്നെടുക്കാം. ഈക്വൽ ടു അത് 15 പ്ലസ് 8 ആണ്, ഈക്വൽ ടു 23. 3 കിലോമീറ്റർ, അതിനെ A3 എന്നെടുക്കാം. ഈക്വൽ ടു 23 പ്ലസ് 8 ഈക്വൽ ടു 31. 4 കിലോമീറ്റർ, A4 എന്നെടുക്കാം. ഈക്വൽ ടു 31 പ്ലസ് 8 ഈക്വൽ ടു 39. ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ കിലോമീറ്ററിലും 8 രൂപ വെച്ച് കൂടിക്കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. എങ്കിലും നമുക്ക് ഇക്വേഷൻ പോലെ വെച്ചത് പ്രൂവ് ചെയ്യാം. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുന്നതും, അതുപോലെ തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുന്നതും, ഫോർത്ത് ടൈമിൽ നിന്ന് തേർഡ് ടൈം കുറയ്ക്കുന്നതും ഈക്വൽ ആവണം. ഇവിടെ നമ്മൾ എഴുതിയ ഇക്വേഷനകത്ത് നമുക്കത് ഈക്വൽ ആണ്. A2 മൈനസ് A1 ഈക്വൽ ടു 23 മൈനസ് 15 ഈക്വൽ ടു 8 ആണ്. ഇനി A3 മൈനസ് A2 ഈക്വൽ ടു 31 മൈനസ് 23 ഈക്വൽ ടു 8. A4 മൈനസ് A3 ഈക്വൽ ടു 39 മൈനസ് 31 ഈക്വൽ ടു 8. ഇവിടെ A2 മൈനസ് A1 ഈക്വൽ ടു A3 മൈനസ് A2 ഈക്വൽ ടു A4 മൈനസ് A3 ആണ്. Since consecutive two terms have same difference, the list of numbers involved makes an arithmetic progression. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, the amount of air present in a cylinder when a vacuum pump removes 1/4 of the air remaining in the cylinder at a time. ചെയ്ത് നോക്കാം. ഇനിഷ്യലി let the amount of air in the cylinder, അതിന് നമുക്ക് A1 എന്നെടുക്കാം. അപ്പോൾ A1 is equal to Z ആണ്. ആഫ്റ്റർ ഫസ്റ്റ് റിമൂവൽ the amount of air in the cylinder, അതിന് നമുക്ക് A2 എന്നെടുക്കാം. A2 ഈക്വൽ ടു ഫസ്റ്റ് റിമൂവൽ എന്ന് പറയുമ്പോൾ ഈ സെഡിൽ നിന്നും ഈ സെഡിൻ്റെ 1/4 പാർട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ Z മൈനസ് 1/4 Z ഈക്വൽ ടു സാധാരണ ഫ്രാക്ഷൻ ചെയ്യുന്ന പോലെ 4 ഇൻറ്റു Z, 4Z മൈനസ് Z, അതായത് 3Z ഡിവൈഡ് ബൈ 4, അതായത് 3/4 Z എന്ന് പറയാം. ആഫ്റ്റർ സെക്കൻഡ് റിമൂവൽ ദ എമൗണ്ട് ഓഫ് എയർ ഇൻ ദ സിലിണ്ടർ, അത് നമുക്ക് A3 എടുക്കാം. A3 ഈക്വൽ ടു, അപ്പോൾ ഉള്ളത് 3/4 Z ആണ് നമുക്കുള്ളത്. 3Z ബൈ 4 മൈനസ് ഇതിൻ്റെ തന്നെ 1/4 പാർട്ട്, അതായത് 1/4 ഓഫ് 3/4 Z ഈക്വൽ ടു 3/4 Z മൈനസ് 3/4
4 into 4 16 ഈക്വൽ ടു നമുക്കിവിടെ ഡിനോമിനേറ്ററിനെ ഒരുപോലെയാക്കാം. അപ്പോൾ ഇവിടെ 16 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4നെ ഞാൻ 16 ആക്കി. അപ്പോൾ 3നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 3നെയും 4നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ 16 കോമൺ ആയിട്ട് കിട്ടും. അപ്പോൾ 3 into 4 12. 12 z divided by 4 into 4 16. 16 minus 3z by 60 equal to 12 minus 3 9. 9 by 16 എന്ന് കിട്ടുന്നു. ഇവിടെ A3 equal to 9 by 16 z ആണ്. ആഫ്റ്റർ തേർഡ് റിമൂവൽ amount of air in the cylinder അതിന് നമുക്ക് A4 എടുക്കാം. ഈക്വൽ ടു 9 by 16 z മൈനസ് 1 by 4 of 9 by 16 z equal to 9 by 16 z minus 9 by 4 into 16. 16 ഇവിടെയും കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്ക് ഡിനോമിനേറ്ററിനെ കോമൺ ആയിട്ട് എടുക്കാം. ഈക്വൽ ടു അപ്പോൾ ഇവിടെ നമുക്ക് 64 ആണ് ഡിനോമിനേറ്ററിലുള്ളത്. ഈ 16 നമുക്ക് 64 ആക്കണം. അപ്പോൾ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 into 9 36 സെറ്റ് എഴുതി divided by 16 into 4 64 minus 9z by 64 equal to 36 minus 9 27 divided by 64 z എന്ന് നമുക്ക് കിട്ടി. ഇവിടെ A1 ഈക്വൽ ടു z ആണ്. A2 ഈക്വൽ ടു 3z by 4 ആണ്. A3 ഈക്വൽ ടു 9z by 16 ആണ്. അതുപോലെ A4 ഈക്വൽ ടു 27z by 64 ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് ഒരേപോലെയാണോ എന്ന് ചെക്ക് ചെയ്യാം. A2 മൈനസ് A1 ഈക്വൽ ടു 3 by 4 z മൈനസ് z ഈക്വൽ ടു മൈനസ് 1 by 4 z കിട്ടി. ഇനി A3 മൈനസ് A2 ഈക്വൽ ടു 9 by 16 z മൈനസ് 3 by 4 z ഈക്വൽ ടു ഇത് ചെയ്യണേ നമുക്ക് ഡിനോമിനേറ്ററിനെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 9 by 16 z മൈനസ് ഇത് നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 4 12 12 z ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു 9 മൈനസ് 12 അതായത് മൈനസ് 3 by 16. ഇനി A4 മൈനസ് A3 ഇവിടെ നിന്ന് തന്നെ വ്യക്തമാണ്, കാരണം ഇത് രണ്ടും ഒരേപോലെ അല്ല. അപ്പോൾ അത് ഒരു A4 മൈനസ് A3 ഒരു ടൈം കൂടെ ചെയ്ത് നോക്കാം. A4 എന്ന് പറയുന്നത് 27z ഡിവൈഡ് ബൈ 64 ആണ്. മൈനസ് A3 9z ഡിവൈഡ് ബൈ 16 ആണ്. ഈക്വൽ ടു തൊട്ട് മുമ്പിൽ ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്ററിനെ കോമൺ ആക്കുന്നു. ഈ 16 നമ്മൾ 64 ആക്കുന്നു. അതിനുവേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 27z ഡിവൈഡ് ബൈ 64 മൈനസ് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിനെ കോമൺ ആക്കി എഴുതുന്നു. 64ന് പകരം 16ന് പകരം നമ്മൾ 64 ആക്കുന്നു. അപ്പോൾ ഇവിടെ 9നെയും അതേപോലെ തന്നെ മാറ്റണം. അപ്പോൾ 16 into 4 ആണ് 64. അതുപോലെ 9നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 27z by 64 മൈനസ് 9 into 4 36z ഡിവൈഡ് ബൈ 64 ഈക്വൽ ടു 27 മൈനസ് 36 മൈനസ് 9 ഡിവൈഡ് ബൈ 64. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഈക്വൽ അല്ല. ഇവിടെ A2 മൈനസ് A1 മൈനസ് 1/4 z ആണ്. അതുപോലെ A3 മൈനസ് A2 മൈനസ് 3/16 z ആണ്. അതുപോലെ A4 മൈനസ് A3 മൈനസ് 9/64 z ആണ്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് A2 മൈനസ് A1 നോട്ട് ഈക്വൽ ടു A3 മൈനസ് A2 നോട്ട് ഈക്വൽ ടു A4 മൈനസ് A3.
since consecutive terms have no common difference. Hence, the list of numbers involved does not make an arithmetic progression.